ഡിസംബർ 17-നാണ് ഈദ്. ഇത് ഈദിന് ഒരു 3 ദിവസം മുമ്പ് ഡിസംബർ 14-നാണ് തിയേറ്ററിൽ. അപ്പോൾ ആ ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് കർജോള തമാശയായിട്ട് പറഞ്ഞു, അച്ഛനും അമ്മയും അന്ന് ഇന്ത്യൻ പ്രസിഡന്റിനെ സിനിമ കാണിക്കാൻ വേണ്ടി പോയി അന്ന്. അപ്പൊ ഞാൻ ടെൻഷൻ അടിച്ചൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ ആ ഒരു സിനിമ തിയേറ്ററിൽ അന്ന് ഇറങ്ങുന്ന ദിവസം വലിയ അഭിപ്രായവും ഇല്ല, ആ വലിയ കളക്ഷനും ഇല്ല. അന്ന് പിന്നെ ഈ മൾട്ടിപ്ലക്സുകളൊന്നൊക്കെ അങ്ങനെ വരുന്നൊരു സമയമാണ്. അധികം ഇല്ല, ശരിക്കും ഇല്ല തന്നെ പറയാം. ഒരു 2005-ക്കൊക്കെ ശേഷമാണ് ശരിക്കും മൾട്ടിപ്ലക്സുകൾ ഒരു ട്രെൻഡായിട്ട് മാറിയത്. അന്ന് സിംഗിൾ സ്ക്രീൻസ് തന്നെയാണ്, ഒരു 88-90% സ്ക്രീൻസും സിംഗിൾ സ്ക്രീൻസ് തന്നെയാണ്. അപ്പോൾ സിംഗിൾ സ്ക്രീൻസിനൊക്കെ ഒരു 50%, 60% ഒക്കെ ഒക്യുപ്പൻസി ഉള്ളൂ, വലിയ കളക്ഷൻ ഇല്ല. അപ്പൊ ഫസ്റ്റ് റിവ്യൂ ആ ദിവസം വന്നപ്പോഴും അങ്ങനെ ഒരു മോശം റിവ്യൂ ആയിരുന്നു. ഈ പറഞ്ഞ പോലെ പഴയ വിഞ്ഞ പുതിയ കുപ്പിയിൽ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു അഭിപ്രായമൊക്കെ മോശമായി. സെക്കൻഡ് ഡേയും കളക്ഷൻ ഇല്ല. അപ്പൊ ഇദ്ദേഹം ആകെ ഡെസ്പടിച്ച് ഇങ്ങനെ കരഞ്ഞ ഞാൻ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയം ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനൊരു പാർട്ടിയിലാണ്, ഇവിടെ പിള്ളേരൊക്കെ യു ആർ മൈ സോണിയ എന്ന് പറഞ്ഞ ഒരു പാട്ടൊക്കെ വെച്ച് ഭയങ്കര ഡാൻസ് ആണ്, ഭയങ്കരമായിട്ട് കത്തിക്കേറി എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇദ്ദേഹത്തിന് ഒരു സന്തോഷം കിട്ടുന്നില്ല, കാരണം ഇങ്ങനെ ഒരാൾ വിളിച്ച് പറഞ്ഞിട്ട് പോലും ഒരു സന്തോഷം കിട്ടുന്നില്ല. അങ്ങനെ ഒരു നിൽക്കുന്ന സമയത്ത് തന്നെ പക്ഷെ ഒരു തിങ്കളാഴ്ചയായി. അപ്പോൾ ഇതിനു മുമ്പ് തന്നെ ആദിത്യ ചോപ്ര, ഇദ്ദേഹത്തിന്റെ സുഹൃത്തൊക്കെ ആദിത്യ ചോപ്ര, അവരും ഇതിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ എടുത്തിരുന്നതാണ്. അപ്പോൾ ഓൾറെഡി കുച്ചു ചോത്താഹിൽ ഉണ്ടാക്കിയ ലാഭവും അല്ലാത്ത കാശൊക്കെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഇവർ ഈ ഒരു സിനിമ, ഇവരുടെ കുടുംബം തന്നെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സിനിമ അന്ന് 50 കോടിയാണ് ബഡ്ജറ്റ്. കരൺ ജോഹർ പറഞ്ഞ ഇന്ന് ഒരു 2020 കാലഘട്ടങ്ങളിലേക്ക് എത്തിയ 500 കോടി ബഡ്ജറ്റ് എന്ന് പറയുന്ന പോലെയാണ് അന്ന് 50 കോടി ബഡ്ജറ്റ്. ഇത് 6 കോടിയാണ് ഇതിലെല്ലാ താരങ്ങളുടെയും ഒക്കെ കൂടിയുള്ള റെമ്യൂണറേഷൻ. ബാക്കിയൊക്കെ പ്രൊഡക്ഷന് വേണ്ടി ചെലവിട്ടു. അതായത് കുച്ചു ചോത്താഹി കിട്ടിയ ഒരു കോൺഫിഡൻസ് ഞാൻ ഇതിൽ ഭയങ്കരമായിട്ട് ഓവർ കോൺഫിഡൻസ് വന്നു. അത് ഇതിൽ കൂടെ കുറെ ഇൻവെസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ ആദിത്യ ചോപ്ര പറഞ്ഞു പേടിക്കേണ്ട, അപ്പൊ ഇതിപ്പോ ഈദ് ആവുന്നല്ലേ ഉള്ളൂ, ഇപ്പൊ ഒരു മറ്റേ നോമ്പിന്റെ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇതാവട്ടെ, ഈദ് ദിവസം നമുക്ക് മൺഡേ നോക്കാം എന്ന് പറഞ്ഞ് മൺഡേ ഇവര് ആദിത്യ ചോപ്ര തന്നെ വന്ന് ഇവര് കാർ എടുത്തിട്ട് ഇവരെല്ലാരും കൂടി തിയേറ്ററിലേക്ക് പോകുമ്പോൾ തിയേറ്ററിൽ എത്തുന്ന മുമ്പ് റോഡ് ബ്ലോക്കാണ്. അപ്പോൾ തിയേറ്ററിൽ എത്തിയപ്പോഴാണ് മനസ്സിലായത് അഡ്വാൻസ് ബുക്കിംഗ്, ആ ഒരു ആഴ്ചത്തേക്കുള്ള ഒരു അഡ്വാൻസ് ബുക്കിംഗ് ഓപ്പണായി ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള പ്രേക്ഷകരാണ്. അന്നൊരു ഈവനിങ് ആയപ്പോൾ തന്നെ തിയേറ്ററുകാർ പറഞ്ഞു പടം ബ്ലോക്ക് ബസ്റ്ററാണ്.